അപ്പോൾ ഇതാണ് സുജാതക്ക. സുജാതക്ക എന്ന് പറയുമ്പോൾ ദിശയുടെ ഒരു പേഷ്യൻ്റാണ്, അതിലുപരി ഞങ്ങളുടെ റിലേറ്റീവാണ്, അതിലുപരി ഒരു ടീച്ചറാണ്. ഏത് സ്കൂളിലെ ടീച്ചറാണ്? ഞാൻ കൊഡ്ലമൊഗറു, AUPS കൊഡ്ലമൊഗറു. കൊഡ്ലമൊഗറു മഞ്ചേശ്വരം സബ് ജില്ലയിലുള്ള ടീച്ചറാണ്. ഏത് സബ്ജക്റ്റാണ് ടീച്ചർ? ഞാൻ ഉറുദു. ഞങ്ങൾ സുജാതക്ക എന്നാണ് വിളിക്കുക. അപ്പോൾ സുജാതക്കോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ ദിശ ആയുർവേദയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ സുജാതക്ക കുറേ വർഷമായിട്ട് പല ഡോക്ടേഴ്സിനെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ദിശയിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്? ഞാൻ ആദ്യം ഇതിപ്പം 2010 എനിക്ക് അലർജി തുടങ്ങിയത് കാലിന്. 2010 അന്നേരം ആദ്യം അത് ചൊറിച്ചലും പിന്നെ തടിപ്പ് പോലെ ഇങ്ങനെ ചൊറി പോലെ 2 കാലിലും, കാലിന്റെ ഈ ഭാഗത്ത്. അപ്പം അതിങ്ങനെ ചൊറിഞ്ഞിട്ട് അതിന്റെ വെള്ളം പോകുന്നവരെ അതിന്റെ ചൊറിച്ചൽ നിൽക്കൂല, പിന്നെ ഭയങ്കര പുകയിലും. അപ്പോ അന്നേരം ആദ്യം ഞാൻ കുമ്പളയിലെ ആയുർവേദ ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് ഒരു 3 മാസം വരെ ഞാൻ അവരെ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ ഇത് കുറയുന്നേ ഇല്ല, കൂടുന്നത് തന്നെ. ഇങ്ങനെ ചീഞ്ഞ പോലെ കാല് ചീഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു ഹോമിയോ ചെയ്താലോ. അങ്ങനെ മഞ്ചേശ്വരത്തിലെ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഹോമിയോ ചെയ്തു. അതും ഒരു 6 മാസം വരെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇതൊരു 6 മാസം വരെ ചെയ്യണോ, എന്നാലേ കുറയൂ. പക്ഷെ 6 മാസം ചെയ്താലും ഇത് കുറയുന്നേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കാസർഗോഡിലെ ഒരു അലോപ്പത്തി ഡോക്ടറെ അടുത്ത് പോയി, സ്കിൻ ഡോക്ടറെ അടുത്ത് പോയി. അത് സുഖാന്നാ, പക്ഷെ അതും കുറഞ്ഞില്ല ഇങ്ങനെ. അന്നേരം എല്ലാരും പറഞ്ഞു ഇത് ചിലപ്പോ ഇങ്ങനെ പണ്ട് നാഗദോഷം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നാഗദോഷം കൊണ്ട് ഇത് വരുന്നതായിരിക്കും, അതുകൊണ്ടാണ് മരുന്ന് പിടിക്കാത്തത്. അങ്ങനെ പിന്നെ സുബ്രഹ്മണ്യം പോയി സർപ്പശാന്തി എല്ലാം ചെയ്തു. പക്ഷെ ആ സർപ്പശാന്തി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസമാണെങ്കിൽ കാല് ഫുള്ള് ക്ലീന്, നല്ല ക്ലീൻ ആയിരുന്നു. അങ്ങനെ അപ്പൊ എനിക്ക് സന്തോഷമായി, എന്റെ കാല് സുഖമായല്ലോ. പക്ഷെ 1 മാസം കഴിയുമ്പോ വീണ്ടും വന്നു. വീണ്ടും വന്നിട്ടാകുമ്പോ പിന്നെ എന്താക്കി, ഇവിടെ കൈക്കമേല ഒരു ഡോക്ടറെ പോയി. പക്ഷെ ആ ദോഷം ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം പിന്നെ കൈക്കമ്പേല ഒരു ഡോക്ടറെ അടുത്ത് വന്നു, ആയുർവേദിക് തന്നെ. അപ്പൊ ആടെ പോയിട്ടാണ് എനിക്ക് കുറച്ച് കുറവായത് കാല്. ആദ്യം കുറഞ്ഞു, പക്ഷെ മരുന്ന് കുടിക്കുമ്പോ കുറയുന്നു. പിന്നെ രണ്ടാമത് വീണ്ടും വരുന്നു, ആയുർവേദം തന്നെ. അങ്ങനെ കുറെ മരുന്ന് കുടിച്ചിട്ട് പിന്നെ മടുത്തു, ഇത് സുഖാന്നേ ഇല്ല. അപ്പൊ ചിലപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ എല്ലാം എനിക്ക് തോന്നും ആ കുമ്പള ബ്രിഡ്ജിലെല്ലാം എത്തുമ്പോൾ ഈ വെള്ളത്തിൽ ചാടിയിട്ട് മരിച്ചാലോന്ന്, ആ പുഴയിൽ അത്രക്കും ഭയങ്കര വേദനയായിരുന്നു. അതിന് സഹിക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് പോകുമ്പോ കാലിന് ഇങ്ങനെ തുണി കെട്ടിയിട്ട് അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതും. എങ്ങനെ എന്റെ കാല് ആർക്കും ഞാൻ കാണിക്കാറില്ല, കാണിച്ചെങ്കിൽ എന്നെ സ്കൂളിലവിടെ പോകാൻ വിടൂല, അതുപോലെ ഉണ്ടായിരുന്ന അവസ്ഥ. അങ്ങനെയാണ് ദിശ അന്നേരം പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ദിശയുടെ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് ദിശ പറഞ്ഞു എന്നാ നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ഒന്ന് ചെയ്തു നോക്കുന്നു. അങ്ങനെയാണ് ഞാൻ ദിശന്റെ ട്രീറ്റ്മെന്റ്. അല്ല അന്നേരം ദിശ എന്നോട് ചോദിച്ചില്ലല്ലോ ഇങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ എനിക്കും തോന്നില്ല. അവൾ തുടങ്ങിയ അത് ഓൾക്ക് അറിയില്ലായിരുന്നു. എനിക്കിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ആർക്കറിയില്ല. എന്റെ വീട്ടിൽ എന്റെ അമ്മക്ക് തന്നെ അറിയില്ല, ഞാൻ ആർക്കും കാണിക്കാറില്ല. അങ്ങനെ പല ആൾക്കാരുണ്ട്, പല ആൾക്കാരും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരാളോടും പറയൂല. പറഞ്ഞാല് അവരെ അഭിപ്രായം അവരിനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു വിഷമിക്കുമ്പോ, അല്ലെങ്കിൽ അവര് കുറെ അതാ ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ പറഞ്ഞ് നമുക്കൊരു വിഷമാണ്. അത് ചെയ്തിട്ട് എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ ആരോട് പറയാനില്ല, എന്റെ വിഷമം ഞാൻ തന്നെ. അല്ല അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഒരുപാട് പേഷ്യൻസ് അതുപോലെ ഉണ്ട്. കാലിന്റെ പ്രശ്നം തന്നെ പുറത്ത് കാണിക്കില്ല, ഷൂ പോലെ തന്നെ കവർ ചെയ്ത് നടക്കും, ആരോടും പറയില്ല ബുദ്ധിമുട്ട്, രാത്രിയിൽ ഇരുന്ന് ചൊറിയും, അങ്ങനെയൊക്കെയുള്ള. എന്നിട്ട് അങ്ങനെ ദിശ പറഞ്ഞു നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ഒന്ന് ആക്കി നോക്ക്. അങ്ങനെ ഞാൻ ആ ട്രീറ്റ്മെന്റ് തുടങ്ങി. അങ്ങനെ 2019 തുടങ്ങിയത് ദിശന്റെ. അപ്പോ 1 മാസം കൊണ്ട് തന്നെ എനിക്ക് എന്റെ കാലിന്റെ അസുഖം മാറി കിട്ടി. 1 മാസം ഈ ട്രീറ്റ്മെന്റ് കഴിയുന്നതോടെ എന്റെ അസുഖം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ അതിന്റെ ഞാൻ പറഞ്ഞു 1 മാസം ചെയ്താൽ മതിയോ. അപ്പൊ ദിശ പറഞ്ഞ് അല്ല, അതിന്റെ കുറച്ച് അംശം ഉണ്ടാവും തടീന്റെ ഉള്ളില്, അപ്പോ അതുകൊണ്ട് അതും കൂടി പോവാന് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു 2-3 പ്രാവശ്യം കുറച്ച് ദിവസം ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ടാകുമ്പോ ഒരു 10 ദിവസം അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അതിന്റെ പിന്നെ അത് വന്നിട്ടേ ഇല്ല. ആ അലർജി കലയില്ല, നല്ല ക്ലീൻ ആയി. മുമ്പേ പാമ്പിന്റെ തോല് പോലെ ഉണ്ടായിരുന്നു എന്റെ കാലിന്റെ സ്കിന്നില്, എന്നാലും ഇപ്പൊ നല്ല നൈസായിട്ട് നല്ല കളറും ഉണ്ട്. അത് കാലിന്റെ മാത്രമല്ല, സുജാതക്കനെ ഞാൻ ഫസ്റ്റ് സുജാതക്കനെ കാണുന്ന സമയത്ത് ഇവിടെയൊക്കെ കുറച്ച് നല്ലൊരു ചെറിയൊരു ഡാർക്ക് കളർ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളർ. പക്ഷെ ഇപ്പൊ നോക്ക് സുജാതക്കന്റെ മുഖത്ത് അങ്ങനെ ഒരു അതുമില്ല. പിന്നെ പൊള്ളിയ കാല്, പണ്ട് ചെറുപ്പത്തിൽ എന്റെ കാല് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലിന്റെ പൊള്ളിയ സ്ഥലത്ത് സ്കിൻ ഇല്ലായിരുന്നു.
ഇപ്പൊ പകുതി സ്കിന്ന് വന്നിട്ടായി. സ്കിന്നിന്റെ വളർച്ചയുണ്ടെന്ന് തോന്നുന്നു. ഇതില് സ്കിന്ന് വളരുന്നു. മുടി മുടിയും വന്നിരുന്നു. മുടി പണ്ട് എനിക്ക് SLC PUC ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം പോയിട്ട് ഇപ്പൊ ഇവളെ ട്രീറ്റ്മെന്റ് ആക്കിയപ്പോ മുമ്പത്തെ അത്ര തന്നെ മുടി വന്നിട്ടുണ്ട്. സുജാതയ്ക്ക് എന്റെ വീഡിയോസ്, എന്റെ സ്കിറ്റ് വീഡിയോസ്, കോമഡി വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. സുജാതയൊക്കെ നമ്മുടെ 2-3 സ്ക്രിപ്റ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൂടെ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സുജാത ഒന്നും നോക്കണ്ട സുമേഷ, ഞാൻ വന്ന് ചെയ്യാന്ന് പറഞ്ഞു. കാരണം നമ്മൾ പല ആളുകളെയും പേഷ്യൻസിനോട് നമ്മൾ സമീപിക്കും, ഇങ്ങനെ ഒരു ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരുമോ അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ എന്ന് പറഞ്ഞു തരുമ്പോൾ ചില ആളുകൾക്ക് അത് പുറത്ത് പറയാൻ മടിയുണ്ട്. അവരുടെ ഒരിക്കലും ഒരു കുറ്റമൊന്നുമല്ല അത്. അങ്ങനെയാണ്, ഞാനും അങ്ങനെയായിരിക്കും ഒരു പക്ഷെ ചില ആളുകളുടെ ഒരു മനസ്സുണ്ട് ആ ഒരു അസുഖം മാറിയ ഒരു സംഭവം അത് ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. സ്നേഹവും സന്തോഷവും. സന്തോഷം പറയാന് പറ്റില്ല എത്രന്ന് പറഞ്ഞിട്ട്, ജീവിതം കിട്ടിയ പോലെ. അതെ, ഓരോ നിമിഷവും അനുഭവിച്ച ബുദ്ധിമുട്ട് സുജാതയ്ക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. സുജാതയ്ക്ക് പറഞ്ഞു ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ് സുമേഷ്, ഒരു പ്രശ്നമില്ല. അതായത് ഓരോ നിമിഷം അനുഭവിച്ച ബുദ്ധിമുട്ടാണ് കാരണമാണ്. സുജാതയ്ക്ക് ഒരുപക്ഷെ പുറത്ത് പബ്ലിക് അറിയുന്ന ഒരു പക്ഷേ ഇഷ്ടമാവണമെന്നില്ല ആർക്കും, അല്ലേ? ചില ആളുകൾ അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് താല്പര്യമില്ല പറയാൻ എൻ്റെ വിഷമങ്ങൾ. ഇപ്പം സുജാതയ്ക്ക് ആദ്യം കാലിന്റെ വിഷമം പുറത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം പറഞ്ഞ ആ സ്നേഹവും അതിന്റെ കൂടെ സന്തോഷത്തോടെ വന്നിട്ട് ഞങ്ങളടുത്ത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അതിലുപരി ഞങ്ങൾക്കും സുജാതയ്ക്കോട് വളരെ സ്നേഹമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗം മാത്രമായിട്ടില്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ തെറ്റായ സ്ഥലങ്ങളിൽ, ഫേക്ക് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് രാത്രിയൊക്കെ ഓരോ നിമിഷവും ഇരുന്ന് ചൊറിയ വേദനിക്കുക എന്ന് പറയുന്ന അവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളോട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ വീട്ടിലെ ഹസ്ബൻഡിനോട് പോലും നമ്മൾ ചിലപ്പം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് നമ്മൾ പറയുള്ളൂ. പക്ഷെ ഇത് ഓരോ നിമിഷവും അനുഭവിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് അവരവർക്ക് മനസ്സിലാവുള്ളൂ. അത് എല്ലാ രോഗികൾക്കും മനസ്സിലാവും. പിന്നെ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ മരുന്ന് കഴിക്കണ്ട. മറ്റേ ഇപ്പൊ ആയുർവേദിക് ആണെങ്കിൽ കുറെ കഷായം അത് ഇതെല്ലാം കുടിക്കണം. പക്ഷെ ഇതില് കുറച്ച് മരുന്ന് കുറച്ച് ഇത് എങ്ങനെ സുഖാന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. അത് എനിക്ക് അതിശയായിരുന്നു. ആ 1 മാസത്തിൽ ഇത്രയും വർഷം സഹിച്ച എന്റെ സുഖാവാത്ത ഈ കാല് എങ്ങനെ സുഖായി എന്ന് തന്നെ എനിക്കൊരു പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ വലിയ കൊമ്പന്മാരായ പ്രൊഫസർമാർ കാണിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ ദിശയെ കാണിച്ചിട്ട് മാറിയെന്ന്. അതിന്റെ ഒരു എക്സാമ്പിളാണ് മൂപ്പർ ഒരുപാട് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മൂപ്പർ അസുഖം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇയർ ബാലൻസ് തുടങ്ങിയാൽ പിന്നെ എണീക്കാൻ പറ്റൂല. ഫുള്ള് വീട് തന്നെ കറങ്ങും, നമ്മൾ മൊത്തം കറങ്ങും. അതൊരു അതിനേക്കാളും ബുദ്ധിമുട്ടില്ല ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഈ അലർജിക്ക് ചെയ്തത്. പക്ഷെ അത് മാറി. അതെ, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സ്റ്റൈൽ മീൻസ് ദിശയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം സുജാതയ്ക്ക് വന്നത് കാലിനാണ്. അപ്പൊ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ സുജാതയ്ക്കയുടെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ ചോദിക്കും. സുജാതയ്ക്ക് വന്ന സമയത്ത് സുജാതയ്ക്ക് ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ സുജാതയ്ക്കയോട് തന്നെ മറന്നു പോയിട്ടുണ്ടാവും. അധിക രോഗികളുടെ അവസ്ഥ എങ്ങനെയാ, അയ്യോ ഇത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഡിസംബർ പേപ്പർ എടുത്ത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ ഓർമ്മയുണ്ട്, എല്ലാവരുടെ അവസ്ഥയല്ല, ചില ആളുകൾ ദിശയുടെ ഓർമ്മയിൽ എന്തെല്ലാം അങ്ങനത്തെ ഒരു അസുഖമല്ലേ ഈ ഇയർ ബാലൻസ് പറഞ്ഞതും ഒരു ഭയങ്കര അസുഖം തന്നെ. ഈ സ്കിൻ അലർജി എന്ന് പറയുന്നതും അതുപോലെ തന്നെ. എന്നാ പിന്നെ നമുക്ക് ചോദിക്കാം, സുജാതയ്ക്കോട് അത് ചോദിച്ച ശേഷം ദിശ പറഞ്ഞാൽ മതി. സുജാതയ്ക്കയുടെ അപ്പൊ ദിശയുടെ അടുത്ത് വരുന്ന സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? എനിക്ക് ഒന്ന് ഇയർ ബാലൻസ്, പിന്നെ അലർജി, ചൊറിച്ചലും വെള്ളം വരലും കാലില്, പിന്നെ കാല് ഡ്രൈ ആയിട്ട് ചോപ്പ് കളറായിട്ട് നീര് വരലും അങ്ങനെല്ലാം ഉണ്ടായിരുന്നു. വേറെ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള ചില റീസൺസ് ഉണ്ട്. ഈ കാലിൽ നീര്, ചൊറിച്ചല് ഇതൊക്കെ ഉണ്ടാവാൻ ശരീരത്തിലൊരു അലർജിക് ടെൻഡൻസി ഉണ്ട്. അതിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതുകൊണ്ട് പക്ഷെ ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് ഡ്രെയിനേജിന് കുറച്ച് തകരാറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കാലിൽ നീരും തടിപ്പും ഒക്കെ വന്നത്. അപ്പോൾ അത് ക്ലെൻസിങ് പ്രോസസ്സ് ശരിയായിട്ട് നടക്കാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നീര് വരും, ചോപ്പ് കളറാവും, സിവിയറായിട്ട് പെയിൻ വരും. പിന്നെ സ്കിൻ കണ്ടീഷൻ മോശമാവുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് സ്കിന്നിൻ്റെ കളർ ബ്ലാക്ക് ആയതും ചൊറിച്ചിൽ വന്നതൊക്കെ. അപ്പോൾ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് ഈ ലക്ഷണങ്ങളെ മാത്രമല്ല ട്രീറ്റ് ചെയ്തത്, ആ അകത്തുള്ള ബ്ലോക്കേജ് ആണ് കറക്റ്റ് ആക്കിയത്. അപ്പോൾ ലിംഫാറ്റിക് ഡ്രെയിനേജ് പ്രോപ്പർ ആയപ്പോൾ കണ്ടീഷൻസ് ഒക്കെ മാറി വന്നു, ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് പിന്നെയും തിരിച്ചു വരാത്തത്. നമ്മൾ ആ പുറത്തേക്കുള്ള സാധാരണ ട്രീറ്റ്മെന്റ് മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വന്നേനെ.
പിന്നെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ എല്ലാ കാര്യങ്ങളും ശരി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മുടി വളർന്നു എന്ന് പറഞ്ഞത്. നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ ഇംപ്രൂവ് ആയതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഇയർ ബാലൻസിൻ്റെത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ട്രീറ്റ്മെന്റ് അതിനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ അസുഖങ്ങളും ലക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ലക്ഷണങ്ങൾ വരാനിരിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവും നമ്മൾ അറിയാത്ത, അതൊക്കെ ഇതിലൂടെ കറക്റ്റ് ആവും. ഒരുപാട് രോഗങ്ങൾ മാറും, ശരിയായി വരും. എന്നുവെച്ചാൽ നമ്മൾ ഹെൽത്തി കണ്ടീഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, നമ്മൾ മരുന്നിലൂടെ ശരിയാക്കുമ്പോഴാണ് സൈഡ് എഫക്റ്റ് വരുന്നത്. ഇത് നമ്മളുടെ ശരീരത്തിന് തന്നെ നാച്ചുറൽ പ്രോസസ്സിങ്ങിലൂടെയാണ് ഹെൽത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിന് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. നമ്മളുടെ ശരീരത്തിനുള്ള ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ശരീരം തന്നെ ഏതൊരു അസുഖത്തിനെയും മാറ്റാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പൊ ആ ശക്തിയാണ്, ആ ശരീരത്തിന്റെ ആ പവറാണ് നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്തത്. പ്ലസ് അതിന്റെ കൂടെ ആ രോഗത്തിന്റെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 1-2 മരുന്നുകൾ എത്ര പേഷ്യൻസ് ദിശകത്ത് വന്നിട്ടുണ്ട് അറിയോ? ഞങ്ങളെ സ്കൂളിന്റെ കുറെ ടീച്ചേഴ്സിന്റെ അവരുണ്ട്. എന്നാലും നിങ്ങളുടെ അറിവിൽ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ടാവും? എണ്ണം പറയാൻ പറ്റുമെങ്കിൽ ചോദിക്കാം. എണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും സുജാതക്ക് ഏതൊക്കെ മേഖലയിലേക്ക് പോകുന്നുണ്ടോ ആ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കെയർ ഓഫ് പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ മറ്റുള്ളവരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കും സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന് അവരോടെല്ലാം പറയും ഇങ്ങനെ. സ്കൂളിൽ 90% ടീച്ചേഴ്സും അവരെ കെയറോപ്പിലും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾക്ക് കൂടുതലും വന്ന പേഷ്യൻസ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന പേഷ്യൻസ് ആണ്. അല്ലാതെ മറ്റേ ഞങ്ങളെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം കണ്ടിട്ടോ അങ്ങനെ വരുന്ന ആൾക്കാർ വളരെ വളരെ കുറവ് തന്നെ പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഞങ്ങളോട് യോജിക്കണമെന്നില്ല, ചില ആൾക്കാർക്ക് തീരെ പറ്റില്ല എന്ന സംഭവം തുറന്നു പറയാറ്. പക്ഷെ ഇതിനോട് യോജിക്കുള്ള, ഇതിനോട് ചായ്വുള്ളത് ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മളൊരു എനിക്ക് പറ്റിയ ട്രീറ്റ്മെന്റ് ആയിരിക്കും എന്ന് തോന്നുന്ന ചില ആൾക്കാർ. നമ്മൾ അന്വേഷിച്ചത് ഇതായിരുന്നു. ഞങ്ങള് സ്കൂളിന്റെ ടീച്ചേഴ്സിന്റെ ഒരു സരിത ടീച്ചർ, ജ്യോതി ടീച്ചർ ആണെങ്കിലും ദീപ്തി ടീച്ചർ ആണെങ്കിലും എപ്പോഴും ഇപ്പൊ അവര് സന്തോഷത്തില് അവരെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഈ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വരുന്നുണ്ട്. അവരെന്നും പറയൂ ഈ ട്രീറ്റ്മെന്റ് നല്ലതാണ് ടീച്ചറെ, നിങ്ങൾ പറഞ്ഞത് നല്ലതായി. അവരെ സരിത ടീച്ചറെ വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഒരാളല്ല, അതായത് 5 ആളുണ്ടെങ്കിൽ 5 ആളും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ പോലെ ഇവരുടെ സുഹൃത്തുക്കളുടെ കാര്യമാണ് ഇവർ പറയുന്നത്. ടീച്ചേഴ്സാണ് എല്ലാവരും, കൂടുതൽ നമുക്ക് ടീച്ചേഴ്സാണ്. ദിശ ഡോക്ടറെ പറ്റിയിട്ട് അവർക്ക് നല്ല അഭിമാനമുണ്ട്. എനിക്കും അഭിമാനമാണ്. എനിക്ക് കിട്ടിയല്ലോ. അതെ, അല്ല ഇത്ര കോപ്പറേഷൻ കിട്ടുന്നുണ്ടല്ലോ, അത് മെയിൻ അല്ലേ. നമ്മളിപ്പം ഈ 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് എന്നൊക്കെ പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ പറയാ നിങ്ങൾക്ക് 6 മാസം ട്രീറ്റ്മെന്റ് വേണം, 1 വർഷം വേണം എന്നൊക്കെ. അപ്പോൾ 6 മാസം കംപ്ലീറ്റ് ഡയറ്റ് നല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ഡയറ്റിലൊക്കെ മാറ്റം വരും. പക്ഷെ അതിനിടയിൽ നമുക്ക് ഏതൊരു മനുഷ്യർക്കും ജലദോഷം, കഫക്കെട്ട്, വയറ്റിലെ പ്രശ്നങ്ങൾ അങ്ങനെ ഇടയ്ക്ക് വരുമല്ലോ, ഭക്ഷണത്തിന്റെ പ്രോബ്ലം. അതൊക്കെ നമ്മൾ ആ സമയത്ത് പനി വന്നാൽ നമ്മൾ വേറെ ഡോക്ടറെ കാണിക്കുക എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ തന്നെയാണ് പനി മാറ്റുന്നതും എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഇതിനിടയിൽ വേറെ ഡോക്ടറെ റെഫർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. തീപ്പൊള്ളലേറ്റാലും പിന്നെ ചെറിയ തരത്തിലുള്ള ചതവ് ഏറ്റാലും അതൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ചെയ്യുക. പിന്നെ ഗൈനക്കോളജിക്കൽ ഇഷ്യൂ, ബ്ലീഡിംഗ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ടെന്നീസ് എൽബോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ദിശയെ വിളിച്ചിട്ട് എല്ലാവരും ചെയ്തത് കപ്പിങ്. ഇതിന്റെ കൂടെ ദിശയുടെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഈ മരുന്ന് കൊടുക്കുക, പഥ്യം കൊടുക്കുക, ഇത് മാത്രമല്ല മെന്റലി ഒരാൾ ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ പ്രോബ്ലം അനുഭവിക്കുന്നവരെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ അവരെ നോർമലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്. അത് ചിലപ്പോൾ 5-6 സിറ്റിംഗ് വേണ്ടി വരും. അതുകൂടാതെ കപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. കപ്പിംഗ് എന്ന് പറയുന്നത് വേദനകൾ, ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വേദനയ്ക്ക് വരുമ്പോൾ കപ്പിംഗ്. അതിന്റെ ഒരു വലിയൊരു ബാഗ് ഇങ്ങനെ ചന്ദ്രനിൽ പോകുമ്പോൾ കപ്പിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ പറഞ്ഞത്, ഫിസിയോതെറാപ്പി ഉണ്ട്. പിന്നെ എക്സസൈസിലെ പലതരത്തിലുള്ള എക്സസൈസുകൾ കൊടുക്കാറുണ്ട്. ഈ പേഷ്യന്റിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. എല്ലാവർക്കും ഇപ്പൊ പഞ്ചകർമ്മ ചെയ്യുക, എല്ലാവർക്കും കപ്പിംഗ് ചെയ്യുക അങ്ങനൊന്നുമില്ല. എന്താണോ വേണ്ടത് അത് ചെയ്യുക. ഇപ്പോൾ ഈ അസുഖം കാരണവും മെന്റലി കുറെ ഡിപ്രഷൻ അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ അസുഖം കാരണം അല്ലാതെ ഫാമിലി പ്രോബ്ലംസ് ഉള്ളതുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ അതിനനുസരിച്ച് മെന്റൽ സപ്പോർട്ടും കൊടുക്കും. ഇപ്പോൾ ശരീരവും മനസ്സും ഒരുമിച്ച് പോകുമ്പോഴല്ലേ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അസുഖം മാറി എന്ന് പറഞ്ഞ കാര്യമില്ല, മെന്റലി ഭയങ്കര
സ്ട്രെസ്സായ പേഷ്യൻസുകൾ വരാറുണ്ട്. അപ്പൊ അവരെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ ഈ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ ആദ്യം അതൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇടവേളയിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റിനേക്കാൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ മെഡിറ്റേഷനിലാണ്. അതെ അതെ, പല പേഷ്യൻസിലും നമുക്ക് ഈ നമ്മളെ ട്രീറ്റ്മെന്റിലൂടെ എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലൂടെ ഒരു 85% മാറിയിട്ടുണ്ടാവാം. പക്ഷെ അതൊരു പൂർണ്ണതയിൽ എത്താത്ത ചില കേസുകൾ ഉണ്ടാവും. അപ്പൊ നമ്മള് അവർക്ക് യഥാർത്ഥത്തിൽ ഇവർക്ക് മെന്റലി ഉള്ള ചില പ്രോബ്ലംസും കൂടി ഈ അസുഖം ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവർക്ക് മെഡിറ്റേഷൻ കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത്ഭുതം പോലെ പെട്ടെന്ന് തന്നെ അത് പൂർണ്ണ 100% മാറുന്ന ഒരു ഇതിലേക്ക് എത്താറുണ്ട്. പൊതുവെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത പാടിന് ഫീഡ്ബാക്ക് വയ്ക്കും. അതായത് ഒരു 5 ദിവസം 10 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടാവും ഒരു സ്ഥാപനത്തിൽ, ഇല്ല ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് തന്നെ പറയും ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു റിവ്യൂ തരണം എന്ന് പറഞ്ഞ് അന്നേരം ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് സുഖം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ആൾക്കാരും കൂടുതൽ രോഗികളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടുന്ന് ഭയങ്കര സർവീസാണ്, ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു. പക്ഷെ രോഗങ്ങളെ കുറിച്ച് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് തന്നെ പൂർണ്ണമായിട്ട് മാറിയിട്ടും ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേജിൽ ഇപ്പൊ കിട്ടിയ സമയത്ത് തന്നെ റിവ്യൂ പറയിപ്പിക്കുക അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എടുപ്പിക്കുക എന്ന് പറയുന്നത് പല സ്ഥാപനങ്ങളുടെയും ഒരു ശീലമാണ്. ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യം നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് അവര് ഇപ്പം സുജാതൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര 5 വർഷമായി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്. ഇപ്പോഴും ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മനസ്സിലായിട്ടില്ല. 5 വർഷമായി സുജാതൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നിട്ട് പറയുന്ന ഒരു എന്തിനാണ് ഞങ്ങൾ ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഫോളോ അപ്പ് ഉണ്ടാവും. ടെലിഫോണിലൂടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ആഴ്ചയിൽ ഒരിക്കോ 2 ആഴ്ചയിൽ ഒരിക്കോ ഡയറക്റ്റ് വരാൻ പറയും. കുറച്ച് ദൂരെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കൺസൾട്ടിങ് കഴിഞ്ഞ് പിന്നെ അത്രക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് വരാൻ പറയാറുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഫോണിലൂടെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അവരുടെ ഏതൊരു പ്രശ്നവും നമ്മളെ ഉടനെ തന്നെ അറിയിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊരു മെഡിറ്റേഷൻ കൊടുത്തു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക. അവർ എത്രത്തോളം വിഷമങ്ങൾ മനസ്സിനുള്ളിൽ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ. പിന്നെ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഇത്രയും നാൾ ഇപ്പോൾ 3-4 മാസം നമ്മൾ കണ്ട ആ വ്യക്തി ആയിരിക്കില്ല ഒറ്റ സിറ്റിംഗ് മെഡിറ്റേഷനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പം അത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റിന് അസുഖം മാറാൻ അവർ മാനസികമായിട്ട് അവർ ഇമോഷണലി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഈ അസുഖമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ചേരുമ്പോഴാണ്, ഈ മെന്റൽ സപ്പോർട്ടും കൂടി ചേരുമ്പോഴാണ് ഈ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്നുള്ളൂ. അത് ഏതൊരു പേഷ്യന്റ് പറഞ്ഞ എനിക്കൊരു ഓർമ്മയുണ്ട്. ദിശയെ മോളെ പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു അമ്മയെ പോലെ തോന്നും, അല്ലെങ്കിൽ ഇത്രയും വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ തോന്നും. വീട്ടിലുള്ള മീൻസ് ഈവൻ ഹസ്ബൻഡ് ആയിട്ടുള്ള പ്രശ്നം പോലും, അല്ലെങ്കിൽ സ്വന്തം അമ്മയായിട്ടുള്ള പ്രശ്നം പോലും, അങ്ങനെ അമ്മായി അമ്മയായിട്ടുള്ള പ്രശ്നം, അങ്ങനെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഇവിടെ ഡിസ്കസ് ചെയ്തൊരു സൊല്യൂഷൻ കൊണ്ടുപോകും, സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ അതൊന്ന് ആ പ്രശ്നങ്ങളായിട്ട് പൊരുത്തപ്പെടുക, അതൊക്കെ ഈ മെഡിറ്റേഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും. അത്രയും അടുപ്പം ഡോക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ഡോക്ടർ അല്ല, ഒരു പേഴ്സണൽ ഡോക്ടർ. ഇപ്പോ നമ്മളടുത്ത് വരുന്നത് ഒരു വൈഫാണ് പേഷ്യന്റ് ആയിട്ട് വരുന്നതെങ്കിലും അവരെ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവരെ ബാധിക്കുന്ന പ്രശ്നം ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ബിഹേവിയർ ആയിരിക്കാം ഇവരെ അസുഖത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ സോൾവ് ചെയ്താൽ മാത്രമാണ് ഈ പേഷ്യന്റിന് പൂർണ്ണമായിട്ടുള്ള ഒരു രോഗമുക്തി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പേഷ്യന്റിന്റെ ഹസ്ബൻഡിനെയും പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് നമ്മൾ കൗൺസിലിങ്ങും കാര്യങ്ങൾ മെഡിറ്റേഷനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മള് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പേഷ്യന്റ് ഹെൽത്തി ആവുന്നത്. അതെ അതെ, അതായത് ഒരു രോഗിയുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ വീട്ടിലെ ആൾക്കാരായിരിക്കും, അവരെ മനസ്സിലാക്കാത്തതായിരിക്കും. അപ്പൊ അവരുടെ പ്രശ്നം ഇത് ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു 1-2 സിറ്റിംഗ് ശേഷം ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹസ്ബൻഡിനോട് കൂട്ടി വരാൻ പറ്റും. പിന്നെ ഹസ്ബൻഡ് ചെറിയൊരു കൗൺസിലിംഗ് കൊടുക്കും, അല്ലെങ്കിൽ ആവശ്യം വന്ന ഒരു മെഡിറ്റേഷൻ തന്നെ കൊടുക്കുമ്പോൾ അവരെ കുടുംബം തന്നെ സത്യം പറയാൻ വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചു പോവുകയാണ്. നമ്മൾ വീഡിയോസ് കാണുന്ന കുറച്ച് ആളുകളുണ്ട്, അവരോട് സുജാതയ്ക്ക് ഷോർട്ടായിട്ട് എന്താണ് ദിശ ആയുർവേദത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ സിസ്റ്റമില് ഞാൻ കണ്ടത് എല്ലാ ഡോക്ടറെ അടുത്ത് പോയെങ്കിൽ അന്നേരം തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതും, ടെസ്റ്റ് ആക്കും, മരുന്ന് കൊടുക്കും, അതാണ്. പക്ഷേ ഈ ട്രീറ്റ്മെന്റിൽ അങ്ങനെയല്ല. ആദ്യം വരുന്നവര് ഫീസ് കൊടുക്കണോ അതൊന്നുമില്ല. അവർക്ക് എന്താണ് രോഗം, അത് എന്തുകൊണ്ടാണ് വരുന്നത്, അപ്പോൾ അതിന് എന്തെല്ലാം ചെയ്യണം, അതാണ് ആദ്യം പറയുന്നത്. പക്ഷെ അത് ചോദിക്കുന്നതിനും അതിനൊന്നിനും ഫീസില്ല. പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഡോക്ടറെ നിർദ്ദേശമുണ്ട്, പഥ്യം പിടിക്കുന്നെങ്കിൽ മാത്രമേ ചെയ്താൽ മതി, ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ചെയ്യണം. അതാണ് ദിശ ഡോക്ടറിന്റെ ഒരു ധ്യേയവാക്യം എന്ന് പറയുന്നത്. ധ്യേയവാക്യം. അപ്പോ അതിന് സമ്മതിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് പറഞ്ഞാൽ ഡോക്ടർ ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. എന്നും ഈ രോഗിനെ
എന്തെന്ന് കൺസൾട്ട് ചെയ്തുകൊണ്ടുണ്ടാവും, അവരോട് സംസാരിച്ചുകൊണ്ടുണ്ടാവും, അവരെ ബാക്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്നും ഇങ്ങനെ സംസാരിക്കുന്ന ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ദിശ ഡോക്ടർ. നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയെങ്കിൽ നമ്മുടെ അസുഖം സുഖമായിട്ടില്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മൾ വീണ്ടും ഡോക്ടറെ കാണണം. പക്ഷെ ഇതങ്ങനെയല്ല, ഡോക്ടർ ഒരു മരുന്ന് തരും, നമ്മളോട് പഥ്യം ചെയ്യാൻ പറയൂ, പക്ഷെ ഡെയിലി നമ്മൾ ചോദിക്കും ഇന്ന് എങ്ങനെയുണ്ട്, എന്തെല്ലാം ചെയ്തു. അതാണ് നമ്മളെ ഒരു സന്തോഷം. നമ്മളെ സ്വന്തം ആളെ പോലെ. ഇപ്പൊ നമ്മളെ വീട്ടുകാരാണെങ്കിലും ചോദിക്കൂല എങ്ങനെയുണ്ട് ഏതുണ്ട്, പക്ഷെ ദിശ ഡോക്ടർ അങ്ങനെയല്ല, എന്നും ചോദിക്കും. അതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. പക്ഷെ പിന്നെ നമുക്ക് ആ ദിശ സ്വന്തം ആള്, നമ്മളെന്നെ കുടുംബക്കാർ അല്ല, എന്റെ ബന്ധു തന്നെ, പക്ഷെ എല്ലാവർക്കും എല്ലാ എന്തെന്ന് രോഗികളും ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് എല്ലാം നമ്മളെ സ്വന്തം പോലെ തോന്നുന്നു ദിശേന, നമ്മളെ ഒരു കുടുംബത്തിന്റെ ആളെ പോലെ തോന്നുന്നു എന്ന് പറയലുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സുജാതക്ക, ഞങ്ങളോട് ഇത്രയും സഹകരിച്ചതിനും സ്നേഹത്തിനും സന്തോഷത്തിനും എല്ലാം ഒരുപാട് നന്ദി. ഓക്കെ, ദിശക്കൊരു ഷെയ്ക്കൻ കൊടുത്തേക്ക്. അതുപോലെ നമ്മള് ദിശക്ക് ഈ ഷെയ്ക്കാൻഡിൽ തീർക്കുന്നതല്ല ഞങ്ങൾ, എനിക്കൊരു ജീവിതം തന്ന ദിശയാണ്. എനിക്കും അതുപോലെ തിരിച്ചു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ കാര്യം എടുക്കുന്ന പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് വന്നതില്, ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ വീഡിയോയിൽ വന്നിട്ട് പറയാൻ പലർക്കും മടി മാത്രമല്ല, ഇപ്പൊ നമുക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരോട് പറയാൻ മടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഇത്രയും സംസാരിച്ചത്. എന്തായാലും താങ്ക് യു സുജാതക്ക. എല്ലാവർക്കും നമസ്കാരം.